പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഇന്നേ ദിവസം ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ, അങ്ങ് മഹത്വപ്പെടുത്തുവാനും, അങ്ങയുടെ തിരുമേശങ്ങളിലേക്ക് അടുത്തു വരുവാനും, അങ്ങയുടെ തിരുവചനം കേൾക്കുവാനും, സ്ത്രീയന്ത്രാട് കുഞ്ഞുങ്ങളെ പ്രത്യേകമായി അങ്ങയുടെ ആലയത്തിൽ കൊണ്ടുവരുവാനും അങ്ങോട്ട് ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ താണിരിക്കട്ടെ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ഞങ്ങളവിടെ സഹായിക്കണം. ബലഹീനനാടിയൻ പറയുന്ന വാക്കുകളെയും കർത്താവെ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിന്റെ മക്കളെ ഗ്രഹിപ്പിക്കാൻ കൃപ ചെയ്യണം പ്രാർത്ഥിക്കും. അങ്ങയെ കൂടാതെ അങ്ങയുടെ വചനം ശ്രവിപ്പാൻ ഗ്രഹിപ്പാൻ സാധ്യമല്ലല്ലോ. അതിനാൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. സ്ത്രീത്താണ് ഒരുങ്ങി വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെടുക്കുന്ന പ്രതിജ്ഞകളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരായി അവരുടെ ജീവിതാവസാനം വരെ അത് പാലിപ്പാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കും. മഹത്വം മാത്രമെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം അല്പസമയം ചെലവിടുവാൻ എനിക്കും ഇടയായത്. നിങ്ങളുടെ മുഖം എനിക്ക് കാണത്തില്ല. രണ്ട് കസരിച്ചിട്ട് പുറത്തുണ്ടാവും. ഈ രണ്ട് കസര മാത്രം, ഈ രണ്ട് കസര ഓക്കെ മതി. ഇന്ന് ഇത്രയും ആളുകളെ, പ്രായമുള്ളവരെ, ചെറുപ്പക്കാരെ, പിഞ്ചുവൈദികൾ എന്ന് പറയുന്നതിൽ 14 വയസ്സിന് മുന്നോട്ടുള്ള ഇത്രയും പേരെ ഒരുമിച്ച് സ്ത്രീധന ശുശ്രൂഷയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ തക്കോണം ദൈവയുടെ ആക്കിയതിന് ആദ്യം ആ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇവരെ ഒരുക്കി കൊണ്ടുവന്ന ഇവരുടെ മാതാപിതാക്കന്മാർ, അതുപോലെ തന്നെ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ഇവിടെ സൺഡേ സ്കൂൾ അധ്യാപകർ, സ്ത്രീധന പാഠങ്ങൾ ഇവരെ പഠിപ്പിച്ച സ്ത്രീധന അധ്യാപകർ, പ്രത്യേകിച്ച് ഉപദേശിമാർ, അച്ഛന്മാർ, അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ജ്ഞാന മാതാപിതാക്കന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരിൽ ചിലരെങ്കിലും മുതിർന്ന സ്നാനമേറ്റവരാണ്, ചിലരെങ്കിലും ശിശു സ്നാനം ഏറ്റ ആളുകളായിരിക്കാം. അങ്ങനെ സമ്മിശ്രമായൊരു ഗ്രൂപ്പാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സമ്മിശ്രമാണെങ്കിലും അല്ലെങ്കിലും ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്നോടാണ് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലേ? നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാം, അല്ലേ? ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക, പിന്നെയും ചോദ്യം ചോദിക്കുക, പിന്നെയും ഉത്തരം പറയുക. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. പ്രസംഗം എന്ന് വിചാരിക്കേണ്ടതില്ല. ചോദ്യം ചോദിക്കുക, ഉത്തരം പറയുക. സ്ഥിരീകരിക്കപ്പെടാനുള്ളവരെന്ന് കൈവയ്ക്കുക. സ്ത്രീധനാർത്ഥികൾ ഓക്കെ, എവിടം വരെ ഉണ്ടെന്നറിയാൻ വേണ്ടിയാണേ. ഓക്കെ, അപ്പം നിങ്ങൾ ചോദ്യം ചോദിക്കുക, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇന്നിപ്പോൾ കൈ വെക്കാത്തവരാരും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഉത്തരം പറയേണ്ടതില്ല. അഥവാ നിങ്ങളോടും കൂടെ ചോദിച്ചാൽ എന്ത് ചെയ്തേക്കുക, ഉത്തരം പറഞ്ഞേക്കുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കും ഇതിൻ്റെ അതൊന്നും വലിയ കിട്ടാണെങ്കിൽ എന്ത് ചെയ്തോളുക, ശ്രദ്ധിച്ചിരുന്ന് അതും മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് അല്പസമയം ചെലവിടാം. മഴ നമുക്ക് ഈ വചന ശുശ്രൂഷയൊക്കെ കേൾക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അല്പസമയം മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് ദിവസത്തിന് ഇരിക്കാനായിട്ട് ഇടയായി. അല്പം താമസിച്ചാണ് നമ്മൾ തുടങ്ങിയത്. 10 മണിക്ക് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ 11 മണി അല്ലേ നമ്മൾ തുടങ്ങും. 1 മണിക്കൂർ 60 മിനിറ്റ് ലേറ്റായിട്ടാണ് വണ്ടി എന്ത് ചെയ്തിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? 60 മിനിറ്റ്. അപ്പോൾ നമ്മൾ തീരുന്നത് എപ്പോഴായിരിക്കും? 60 മിനിറ്റ് താമസിച്ചേ തീരുള്ളൂ കേട്ടോ. നിങ്ങൾ വാച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. സാധാരണ ആരാധന എത്ര മണിക്കൂറുണ്ട്? സാധാരണ ആരാധന കമ്മ്യൂണിറ്റി സർവീസ് അറിയാമോ? എത്ര മണിക്കൂർ കാണും? കേട്ടില്ല? ഇവിടുത്തെ ഒഴുത്തരത്തെ ആരാധന എത്ര മണിക്കൂർ അച്ഛൻ ആരാധന എടുക്കുന്ന കമ്മ്യൂണിറ്റി സർവീസ്? ഒഴുത്തരത്തു നിന്നുള്ള പിള്ളേരെ നിയോഗിക്കുക, ഇവിടെ ഈ പള്ളിയിൽ നിന്നുള്ള പിള്ളേരെ നിയോഗിക്കുക. അറിയില്ല. ഈ പള്ളിയിൽ നിന്ന് ഈ സ്ത്രീധന ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ളവർ നിയോഗിക്കുക. ഒരാളുള്ളൂ. ആ, ഇവിടെ എത്ര മണിക്കൂറുണ്ട് ആരാധന? 2.5 മണിക്കൂർ അല്ലേ? പ്രൈസിലോ 2.5 മണിക്കൂർ. നാട്ടിൽ നിന്ന് വന്നൊരു ഓർത്തോണേ, 2.5 മണിക്കൂറാണ് ഇവിടുത്തെ ആരാധന. ഓക്കെ. ഈ സർവീസ് മാത്രം എത്ര മണിക്കൂറുണ്ടെന്ന് അറിയാമോ? കാണും. എത്ര മണിക്കൂർ കാണും? അതും ഒരു 2 മണിക്കൂർ, ഒരു മിനിമം. 10 പിള്ളേർക്കാണ് 2 മണിക്കൂർ ശുശ്രൂഷ. ഇവിടെ എത്ര പിള്ളേരുണ്ട് കമ്പനിയിൽ? സ്ഥിരീകരണത്തിന്
എനിക്ക് ആദ്യം കേട്ട കണക്കനുസരിച്ച് 73 ആദ്യം കേട്ടത് 85 കേട്ടത്, പിന്നെ അത് കുറഞ്ഞ് 73 അത് ഇപ്പോൾ കണക്കെടുത്തപ്പോൾ എത്രയായി? അച്ഛൻ പറഞ്ഞ് 64 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കാർഡ് കൊടുക്കുമ്പോൾ അറിയാം എത്ര കാർഡ് മിച്ചം വരുന്നുള്ളത്. അപ്പം അത് നോക്കി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും കാർഡ് കിട്ടാറുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞ് എന്ത് ചെയ്യണം, പിന്നീട് വാങ്ങിച്ചോണം കേട്ടോ. ഓക്കെ, എന്നിരുന്നാലും ഇത് നല്ലൊരു സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഒരു കൊച്ചിന് ഒരാൾക്ക്, കൊച്ചെന്നും പിള്ളേരെന്നും കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പ്രായമുള്ളവരെ കൂടെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് വാർത്ത കേട്ടോ. ഒരാൾക്ക് ഒരു മിനിറ്റ് വെച്ചെടുത്താൽ എത്ര മിനിറ്റ് എടുക്കും? 64 പേർക്ക് 64 മിനിറ്റ് അല്ലേ? വളരെ സിമ്പിളാണ്. 64 മണിക്കൂർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ 4 മിനിറ്റ്. ഓക്കെ, 1 മണിക്കൂർ 4 മിനിറ്റ് ഉണ്ട്. അപ്പം 2:30 3:30 2 5:30 5:30ക്ക് എന്ത് ചെയ്യണം? 5:30 മണിക്കൂർ വെച്ച് നിങ്ങൾ വാച്ച് സമയം നോക്കണം, എപ്പോഴാണ് തീരുന്നത്. അതിനിപ്പുറം ആരും കൈവക്കരുത് കേട്ടോ, മുറുമുറുക്കരുത്, ഒന്നും ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഇന്നും മാത്രം, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ദിവസം എന്ത് ചെയ്ത് വേർതിരിച്ചിരിക്കും. ഇതിനു വേണ്ടി മാത്രമുള്ളവർ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇവിടെ ആരാധനയിൽ സംബന്ധിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയും ദീർഘമായ സർവീസിൽ ഇരിക്കാം എന്ന് വീട്ടിൽ നിന്ന് തീരുമാനിച്ചിറങ്ങിയവർ മാത്രമാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് പറയാറുണ്ട്, പെരുന്നാളിൻ്റെ കൂട്ടത്തിൽ ഇത് വെക്കരുത്, മറ്റ് പള്ളിയുടെ വേറെ ഏതെങ്കിലും രീതിയിൽ കൂട്ടത്തിൽ വെക്കരുത്. സ്ഥിരീകരണ ശുശ്രൂഷ പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്, അത് അവർക്ക് വേണ്ടി മാത്രം സമയം ഇടുവാനുള്ളത് കൊണ്ട് അവരുമായി ബന്ധപ്പെട്ടവരെ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇടദിവസമാണ്, ഞായറാഴ്ചയല്ല, വേറെ പെരുന്നാളൊന്നുമില്ല. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രം അച്ഛൻ എന്ത് ചെയ്തിരിക്കുന്നു? ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മഹാടവിൽ ഏറ്റവും വലിയ ഇടവകളിൽ ഒരു ഇടവകയാണ് ഏത്? ഒഴുത്തടം ക്രൈസ്റ്റ് ചർച്ച്, CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവക അല്ലേ? ഇവിടുത്തെ ഈ പള്ളിയിലുള്ള ആൾക്കാരുടെ എണ്ണം അല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെയോ ഈ ഇടവക അതിർത്തിക്കുള്ളിൽ വരുന്ന സഭകളുടെ എണ്ണം കൂടെ കൂട്ടിയാണെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ വളരെ വലിയൊരു ഇടവകയാണ് ഒഴുത്തടം CSI ഇടവക. അതിലും നമുക്ക് അഭിമാനിക്കാം, അതിൽ നിങ്ങൾ അംഗങ്ങളായി ഇരിക്കുന്നതിൽ. മാത്രമല്ല വളരെ യാത്രാ സൗകര്യങ്ങൾ കുറവുള്ള ഒരു ഇടവകയും കൂടിയാണ് ഈ ഇടവക. പല അസൗകര്യങ്ങളും നമുക്ക് ഈ ഇടവക അതിർത്തിക്കുള്ളിലുണ്ടല്ലേ? പലപ്പോഴും അച്ഛന്മാരെ ഒന്നും വിളിച്ച് എന്ത് ചെയ്തില്ല, ഉപദേശിമാരെ വിളിച്ചാൽ, മിഷണർമാരെ വിളിച്ചാൽ എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല അല്ലേ? കാരണം എന്താ? റേഞ്ച് ഇല്ലാത്ത ഒരു മേഖലയാണ് മിക്ക സ്ഥലങ്ങളിൽ. അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക റേഞ്ചുള്ള സ്പോട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? കുറത്തുകൂടി പറയുന്ന പോലെ കാട്ടുകുടിയിൽ പ്ലാവിൻ്റെ ചുവട്ടിലാണ് എന്ത് റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ? മേമാരിയിൽ പ്ലാവിൻ്റെ ചുവട്ടിലാണ് റേഞ്ച്. അങ്ങനെ ആ സ്പോട്ടിൽ അങ്ങോട്ടോ നമ്മൾ ചെരിഞ്ഞാൽ കിട്ടത്തില്ല. അങ്ങനെയൊക്കെ വിളിക്കാൻ താല്പര്യമുള്ളവരും പോലുള്ളവരൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ രസകരമായ കാര്യങ്ങളാണ് നമ്മുടെ സഭകളിലെല്ലാം മിഷൻ വയലുകളിൽ ഉള്ള. ഇവരെ രാവിലെ തന്നെ ഒരുക്കി കൊണ്ടുവന്ന മിഷണറി വീരന്മാരൊക്കെയായിട്ട് പ്രത്യേകിച്ച് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റത്. രാവിലെ തന്നെ നടന്ന് ഇവിടെ എത്തി എല്ലാവരെയും കൊണ്ടുവന്നു. പ്രത്യേകമായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മിഷൻ്റെ ഡയറക്ടർ സ്നേഹമുള്ള ഈപ്പനച്ചൻ നമ്മുടെ മധ്യമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റു. നമ്മുടെ കെയിലാൻഡ് ഇടവകയുടെ വികാരിയച്ഛനായിരിക്കുന്ന റോയ് പി തോമസ് അച്ഛൻ നമ്മുടെ മധ്യമുണ്ട്. അച്ഛനും നമ്മുടെ മറ്റ് പല സഭകളും എന്ത് ചെയ്യുന്നുണ്ട്, സംഘടനകളും നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് അകമൊഴിഞ്ഞ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും നൽകുന്നു. അവരെയും അവരോട് കൂടെ വന്ന സഭാമക്കളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം പറയണം അല്ലേ? അത് വളരെ ഫ്രീ ആയിട്ടിരിക്കണം. ശ്വാസം ഒന്ന് എടുത്ത് ഇട്ടെ, ഒന്നോടെ ഏട്ടെ, അത് ശാന്തമായിട്ടിരിക്കും കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കണം. ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം. ഉത്തരം തെറ്റോ ശരിയെന്നിവിടെ പ്രശ്നമേ അല്ല. ഓക്കെ, ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം. രണ്ടാമത് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ള രണ്ടാമതേ വരുന്നുള്ളൂ. ആദ്യം എന്താ വേണ്ടത്? ഉത്തരമാണ് വേണ്ടത്. ഓക്കെ, അതോർത്താണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാവുന്ന ഉത്തരം എന്ത് ചെയ്യാം? പറയാം. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഓക്കെ, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും? അത് ശരിയാക്കി ഇവിടെ പറഞ്ഞു തരും. ശരിയാണെങ്കിൽ എന്ത് ചെയ്യും? വെരി ഗുഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ദൈവത്തെ സ്നേഹിക്കുന്നതിന് കൈപൊക്കിക്കേ. ഓ, പ്രൈസ് ലോർഡ്, കൈതാത്തിട്ട് എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം വായിക്കണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ആദ്യം എടുത്തവർക്ക് ആദ്യം വായിക്കാം.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. റെഫറൻസ് ഒന്നുകൂടെ പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ആ, വേറെ ആരെങ്കിലും ഒന്നുകൂടെ വായിച്ചേ. കേട്ടല്ലോ, പെൺകുട്ടികൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഒന്നുകൂടെ അത് പറഞ്ഞേ. ഒന്നുകൂടെ ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. നിങ്ങളെന്ന് പറഞ്ഞ ആരാ? നമ്മൾ അല്ലേ? കർത്താവ് പറയുന്നത് അല്ലേ? കർത്താവ് ശിഷ്യന്മാരോട് പറയാണ്, ആൾക്കാരോട് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. യേശുവിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു, അല്ലെ ദൈവത്തിൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? കാത്തുകൊള്ളു, അല്ലേ? എന്ത് ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ അല്പം മുമ്പ് എന്നാ പറഞ്ഞേ? നിങ്ങളെല്ലാവരും കൈ പൊക്കി എന്നാ പറഞ്ഞു? ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു പറഞ്ഞു, അല്ലേ? അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ത്? ദൈവത്തിൻ്റെ കൽപ്പനകളെ കാക്കുക. കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അർത്ഥം. കൽപ്പന അനുസരിക്കുക. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, കൽപ്പന അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇങ്ങോട്ട് നോക്കിയാലും അങ്ങോട്ട് കൂടെ നോക്കുന്നതായിട്ട് എന്ത് ചെയ്യണം? ഓർത്താണ്. ഞാൻ ഒരു കണ്ണുകൊണ്ട് ഇങ്ങോട്ടും ഒരു കണ്ണ് അങ്ങോട്ട് നോക്കിയാൽ ആകെ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ കൂടെ നോക്കിയാണ്, അവിടെ നോക്കുമ്പോൾ ഇവിടെ കൂടെ നോക്കിയതായിട്ട് കണക്കാക്കണം. ഓക്കെ. ചോദ്യം ഇതാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കേട്ടില്ല? മിടുക്കന്മാരാണല്ലോ. കൽപ്പന അനുസരിക്കണമെങ്കിൽ കൽപ്പന ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലേ? നമ്മൾ പ്രമാണമായിട്ട് പഠിക്കുന്ന കൽപ്പന എത്ര എണ്ണമാ? 10 കൽപ്പന അറിയാവുന്നവരെ കൈവക്കിക്കേ. 10 കൽപ്പന അറിയാവുന്നവര്. 64 പേരിൽ ഏതാണ്ട് 14 പേർ കൈതാത്തിയിട്ടോ. 14 പേർക്ക് കൽപ്പന അറിയാം, അല്ലേ? 9 എണ്ണം അറിയാവുന്നവരെ കൈവക്കി. 9 എണ്ണം. 10 കൈവക്കി പൊക്കണ്ട. 9 എണ്ണം. 8 എണ്ണം. 3-4 പേർക്ക് 8 എണ്ണം അറിയാം. ഇനി 7 എണ്ണം. ഒരാൾക്ക് 7 കൽപ്പന അറിയാം, 2 പേർക്ക് അറിയാം. ഇനി 6 എണ്ണം അറിയാവുന്നവർ വയ്ക്കുക. 6 എണ്ണം. 5 കൽപ്പന അറിയാവുന്നവർ വയ്ക്കുക. ഏതെങ്കിലും ആട്ടോ, ഏതെങ്കിലും 5 കൽപ്പന, അതായത് 10 കൽപ്പനയിൽ ഏതെങ്കിലും. ഓക്കെ. ഏതാട്ടോ 4 കൽപ്പന അറിയാവുന്നവർ വയ്ക്കുക. 4 എണ്ണം. 2 കൽപ്പന 3 എണ്ണം. 3 ഒരാൾക്കറിയാം. 2 കൽപ്പന അറിയാവുന്നവർ വയ്ക്കുക. 2 എണ്ണം. 1 കൽപ്പനയെങ്കിലും അറിയാവുന്നവർ വയ്ക്കുക. ഓക്കെ, പോട്ടെ. 1 കൽപ്പന അറിയത്തില്ലെന്ന് കൂട്ടിക്കുക. അവർ ഉപയോഗിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ കൈപ്പൊക്കാണ്ടിരിപ്പുണ്ടല്ലോ. ചോദ്യം മനസ്സിലാകുന്നതാണോ? 10 കൽപ്പനയിൽ 1 കൽപ്പന പോലും എനിക്ക് അറിയത്തില്ല തിരുമേനി എന്ന് ഉള്ളവരെ കൈവെക്കാനാണ് പറഞ്ഞത്. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. കുറച്ച് പേർക്ക് 10 അറിയാം, 9 അറിയാം, 8 അറിയാം, 7 അറിയാം, 5 അറിയാം. കൈ പൊക്കാതിരിക്കുന്നവർക്ക് ഒന്നും അറിയത്തില്ലെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഓക്കെ. അവർക്കൊന്നും അറിയത്തില്ല, അതിലുമുണ്ട്. നമ്മൾ CSI സാധാരണ സ്ഥിരീകരണത്തിന് ചേർക്കുന്ന പ്രായം എത്രയെന്നറിയാമോ? 14 വയസ്സ്. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സ്നാനപ്പെട്ടവരെന്ന് കൈവയ്ക്കുക. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സ്നാനപ്പെട്ടവർ അറിയാവുന്നവർ കുഞ്ഞുങ്ങളായിരുന്നു. ഓക്കെ. പ്രായമായിട്ട് സ്നാനപ്പെട്ടവരെന്ന് കൈവയ്ക്കുക. പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 25 വയസ്സിന് മുകളിലോട്ട്. ഓക്കെ. അപ്പം സമ്മിശ്രമാണ് ഗ്രൂപ്പ്. ഓക്കെ. 2 പേർക്ക് ചോദ്യങ്ങൾ ശരിയാണ്, എങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിനകത്ത് കാണുമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി പോകണമെന്ന് പ്രത്യേകം. അതൊരു പക്ഷേ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സ്നാനം എടുത്ത ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്തവർ ആ സ്നാനം എടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് വരുന്നത് എന്നാണ് അതിൻ്റെ നമ്മുടെ സ്ത്രീകരണ പാഠങ്ങളിലെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ സ്നാനത്തിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ. സ്ത്രീകരണത്തിന് 14 വയസ്സ്. 14 വർഷം മുമ്പ് 14 വയസ്സായിരുന്നൊക്കെ ഇപ്പോൾ 14 വയസ്സ്. അതായത് ശിശു സ്നാനപ്പെട്ടവരെന്ന് കൈവക്കിക്കേ. ഒന്നുകൂടെ കൈവക്കിക്കേ. ശിശു സ്നാനപ്പെട്ടവർ. ശിശുക്കളായിരുന്നപ്പോൾ, കുഞ്ഞിനായിരുന്നപ്പോൾ സ്നാനപ്പെട്ടവർ. ഏതായാലും നിങ്ങൾ 14 വർഷത്തിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ പേരൻസ്, പപ്പായും മമ്മിയും ചാച്ചനും അപ്പച്ചനും ഒക്കെ എന്ത് ചെയ്തു? ഇവിടെ പള്ളിയിൽ കൊണ്ടുവന്നു, അല്ലേ? പള്ളിയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? സ്നാനപ്പെടുത്തി.
നിങ്ങളെ സ്നാനപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ ബപ്തിസപ്പെടുത്തിയപ്പോൾ എന്നാ പറഞ്ഞു? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പൈതലിനെ സ്നാനപ്പെടുത്തുന്നു, അല്ലെ ബപ്തിസം കഴിക്കുന്നു എന്നപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? എന്നിട്ട് എന്ന് പറയും, ഈ പൈതൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും യേശുവിനെ സാക്ഷിക്കുന്നതിൽ ലജ്ജിക്കരുത് എന്നുള്ള അടയാളമായിട്ട് എന്ത് ചെയ്തു? നിങ്ങളുടെ നെറ്റിയിൽ എന്നാ ചെയ്തു? കുരിശിൻ്റെ അടയാളം വരച്ചു. അപ്പം അന്ന് മുതൽ നിങ്ങൾ ആരായി തീർന്നു? നിങ്ങൾ ദൈവ പൈതലായിട്ട് തീർന്നു. ആരായി തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു. അതുവരെ നിങ്ങൾ പള്ളിയിൽ വരുന്നിടം വരെ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞാൻ. നിങ്ങൾ സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായി തീർന്നു. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സ്നാനത്തിലൂടെ അവർ ആരായിത്തീരുന്നു? ഒരു പൈതൽ ആരായിത്തീരുന്നു? ദൈവ പൈതലായിത്തീരുന്നു. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങളായിത്തീരുന്നു. സഭ അംഗമായിത്തീരുന്നു, അല്ലേ? ദൈവരാജ്യത്തിന് അവകാശിയായിത്തീരുന്നു. എന്തെല്ലാം യോഗ്യതകളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ അതുവരെ നിങ്ങൾ അതിനൊന്നും യോഗ്യതയില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷേ അന്ന് തൊട്ട് നിങ്ങൾ ആരായിത്തീർന്നു? ദൈവ പൈതലായിത്തീരുന്നു, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിത്തീർന്നു, അല്ലേ? അപ്പം അന്ന് മുതൽ നിങ്ങൾ ദൈവ പൈതലാണ്. നിങ്ങൾ അവിടെ നിന്ന് സ്നാനപ്പെടുത്തി കഴിഞ്ഞ് എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുപോകുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ നിങ്ങളെ കൈകളിൽ മേടിച്ചു. ഈ അൾത്താര മേശയിൽ എന്ത് ചെയ്തു? കർത്തൃമേശയിൽ കൊണ്ട് നിങ്ങളവിടെ വെച്ചിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ പൈതലിനെ എന്ത് ചെയ്യുന്നു? അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കും. ഇവളെന്നും ഭംഗിക്കുള്ളവനായിട്ടിരിക്കണമേ, കാത്തുകൊള്ളണമേ. സമർപ്പിച്ചു, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. അവിടെ സ്നാനം കഴിഞ്ഞു ദൈവത്തിലാക്കി തീർത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? നിങ്ങളെ സമർപ്പിച്ചു. പ്രായമുള്ളവരാണ് എന്ത് ചെയ്യും? അവരിവിടെ കൊണ്ടുവന്ന് ഇവിടെ മുട്ടുകുത്തി നിർത്തും, അല്ലേ? എന്നിട്ട് തലയെ കൈവച്ച് എന്ത് ചെയ്യും? അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്ത്. പൊടിക്കുഞ്ഞുങ്ങളാണ് എന്ത് ചെയ്യും? നമ്മൾ ആൾത്താരെ കയറ്റിൽ ഇങ്ങനെ കയ്യിലെടുത്ത് അവരെ അനുഗ്രഹിക്കും. അവരാരായി തീർന്നു? ദൈവ പൈതലായി തീർന്നു. പ്രായമുള്ളവരും അല്ലാത്തവരും ദൈവത്തിന് വേണ്ടി ചെയ്തു, സമർപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു? കുഞ്ഞുങ്ങളാണെ തിരിച്ച് പേരൻസിൻ്റെ കൈ കൊടുക്കും. നിങ്ങളെ പ്രായം കുറഞ്ഞ പിള്ളേരെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചു കൊടുത്തു. ബാക്കിയുള്ളവരോട് ഇവിടെ എല്ലാം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. ഒന്ന്, ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന ഏതാ? കർത്താവിൻ്റെ പ്രാർത്ഥന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ആരോടാ പറയുന്നത്? കൊച്ചിനോടാണോ പറയുന്നത്? കൊച്ചിൻ്റെ പപ്പായോടും മമ്മിയോടും, അല്ലെങ്കിൽ പപ്പായോടും മമ്മിയോടും ഡാഡിയോടും, അല്ലെങ്കിൽ ചാച്ചനോടും അമ്മച്ചിയോടും ഒക്കെയാണ്, അപ്പച്ചനോടും അമ്മച്ചിയോടാണ് പറഞ്ഞത്. ഈ കൊച്ചിനെ എന്നെ ചെയ്യണം? കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. അവർ പറഞ്ഞു പഠിപ്പിച്ചാൽ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയത്തില്ലാത്തവരെ കൈവയ്ക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയത്തില്ലാത്തവരെ കൈവയ്ക്കുക. എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാവർക്കും അറിയാം. അത് പഠിപ്പിക്കണം. 2, ഈ കൊച്ചിനെ 10 കൽപ്പന പഠിപ്പിക്കണം. എന്നാ പഠിപ്പിക്കണം? 10 കൽപ്പന പഠിപ്പിക്കണം. അവർ പറഞ്ഞു തീർച്ചയായിട്ടും പഠിപ്പിച്ചേക്കാം. ആ ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചാണ്, ഇനിയും ചോദിച്ച് സമയം കളയുന്നില്ല, അല്ലേ? നിങ്ങളിൽ പലരും എന്ത് ചെയ്തിട്ടില്ല? 10 കൽപ്പന പഠിച്ചിട്ടില്ല. എന്നാ മോശമല്ല? ആരോടാ വഴക്ക് പറയണ്ടേ? ആദ്യം മാതാപിതാക്കന്മാരോട് നല്ല ചുട്ടടി എന്ത് ചെയ്യണം? കൊടുക്കണം. വഴക്കൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അല്ലേ? നല്ല ചൂറിൽ നമുക്കിവിടെ കിട്ടും, അല്ലേ? വിരൽ എളുപ്പമുള്ള ചൂരിൽ മേടിച്ച് എന്ത് ചെയ്യണം? നല്ല അടി കൊടുക്കണം. കാരണം എന്താ? അവർ പഠിപ്പിച്ച് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ എത്ര പേര് പഠിച്ചിട്ടുണ്ട്? വളരെ ചുരുക്കം പേരെ എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പന പഠിച്ചിട്ടില്ലേ? അതും മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലേ? ചിലർക്ക് ഒട്ടും അറിയുന്നില്ല, അല്ലേ? ഓക്കെ, അതായിക്കട്ടെ. പിന്നെ പറഞ്ഞു വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. പഠിപ്പിക്കുമോ? പഠിപ്പിക്കും. പിന്നെ ഈ കൊച്ചിനെ വളരാനായിട്ട് നല്ലൊരു അന്തരീക്ഷം എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ പൈതലായിട്ട് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തോന്നിയാസമൊന്നും എന്ത് ചെയ്യരുത്? ഈ കൊച്ചിൻ്റെ മുമ്പേ എന്ത് ചെയ്ത് എടുക്കരുത്. നിങ്ങൾ വഴക്കൂടുന്നൊക്കെ കൊള്ളാം, എന്ത് ചെയ്യരുത്? ഈ കൊച്ചിൻ്റെ മുമ്പാകെ എന്ത് ചെയ്യരുത്? നിങ്ങൾ വഴക്കൂടരുത്. ചീത്ത വർത്താനം എന്ത് ചെയ്യരുത്? ഈ കൊച്ചിന് മുമ്പിൽ പറയരുത്. കൊച്ചു കേൾക്കാൻ പോലെ പറയരുത്. തല്ലടി കൂടുന്ന ആരുടെ മുമ്പിൽ വെച്ച് കൂടരുത്? ഈ കുഞ്ഞിപ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് കൂടരുത്. അതെല്ലാം അവരെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയും. അതുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ പൈതലായിട്ട് വളരെ അതെല്ലാം കുടുംബത്തിലെ വഴക്കും മിണക്കും അവർ തമ്മിലുള്ള അകൽച്ചയും എല്ലാം എന്ത് ചെയ്യും? അതെല്ലാം പിണക്കമെല്ലാം ഈ കൊച്ചിനെ ഒരു ദൈവ പൈതലായിട്ട് വളരുന്നതിന് തടസ്സമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമോ?
അങ്ങനെയൊന്നുമില്ല. നല്ല അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ. പിന്നെ ഈ കൊച്ചിന് ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കാൻ നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ? ഇക്കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാ? ആണുങ്ങളെന്ന് പറഞ്ഞ് എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാ? എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ഉറക്കെ പറ. ഇവിടെയാ ചോദിച്ചത്? ഉറക്കെ പറയുന്നേ. ബിഷപ്പ് അല്ലേ? അതിനെ പേടിക്കായിരിക്കും അല്ലേ? നമ്മൾക്ക് അറിയോ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ? ഇല്ല. ഓക്കെ, ബിഷപ്പ് അല്ലെങ്കിൽ എപ്പിസ്കോപ്പ അല്ലേ? എപ്പിസ്കോപ്പ പറഞ്ഞാൽ ബിഷപ്പ്, മേലജ്. ഓക്കെ, എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും കരുതിക്കൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പഠിപ്പിക്കാനും നിങ്ങൾ ഇവനെ സഹായിക്കുമോ? അല്ലെങ്കിൽ ഈ കൊച്ചിനെ സഹായിക്കുമോ? തീർച്ചയായിട്ടും സഹായിക്കും. എന്നാൽ പിന്നെ കൊച്ചിനെ കുട്ടിക്കൂ 14 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. 14 ചെറുപ്പത്തിൽ സ്നാനപ്പെട്ട ആൾക്കാരെല്ലാം 14 വർഷം മുമ്പ് നിങ്ങൾ അങ്ങനെ പോയവരാണ്. ഇപ്പോൾ അവരെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളുടെ പേരൻസ് എല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? തിരുമേനി ഇതാണ് 14 വർഷത്തിന് മുമ്പ് തിരുമേനി തന്നു വിട്ട, നിങ്ങളുടെ അച്ഛന്മാർ, തിരുമേനി അച്ഛന്മാർ തന്നു വിട്ട കൊച്ചിതാ അല്ലേ? അന്ന് കയ്യിലെടുത്തുകൊണ്ടാ വന്ന്. ഇപ്പോൾ എന്ത് ചെയ്യുന്നവർ നടന്നു വരികയാണ് അല്ലേ? അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവിന് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, 10 കൽപ്പന പഠിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസ പ്രമാണം പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഏറ്റവും നല്ല നമ്പർ 1 ക്രിസ്ത്യൻ പൈതലാണ്. ഞങ്ങൾ അവനെ കൊണ്ടുവരികയാണ്, അവളെ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ പ്രായമുള്ളവരാണ് എന്ത് ചെയ്യും? അവരിതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് വരുന്നത്. അത് നമ്മൾ ഓർത്തിരിക്കണം. പലപ്പോഴും അച്ഛന്മാരാണെങ്കിലും ബുദ്ധിമാരാണ് ആ കാര്യം ശ്രദ്ധിക്കാറില്ല. സ്നാനം കൊടുത്തുന്നു എന്ത് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിന് അങ്ങനെയല്ല. ഈ സ്ത്രീയുടെ പാഠത്തിൻ്റെ ആദ്യ ഭാഗം മുഴുവനും എന്ത് ചെയ്യുന്നുണ്ട്? സ്നാനപ്പെടുന്നതിന് മുമ്പ് ആ കൊച്ച് പഠിച്ചിരിക്കേണ്ടതാണ്. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? പ്രതിജ്ഞകളും കാര്യങ്ങളും എടുത്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? അത് മനസ്സിലാക്കിയിട്ട് വേണം അവന് സ്നാനം കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ. അതാണ് ഇതിന് പഠിപ്പിൻ്റെ ഒരു പ്രത്യേകത, വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ 2 കൂട്ടക്കാരും എന്ത് ചെയ്തിരിക്കുന്നു? പഠിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവരുടെ മാതാപിതാക്കന്മാരെന്ന് കൈവയ്ക്കുക. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരെ മാതാപിതാക്കളുടെ പുറത്തുള്ളവരെ എനിക്ക് കുറച്ച് പേരെയൊക്കെ കാണാം. കൈവയ്ക്കുക, കുഴപ്പമില്ല. പുറത്ത് 2 പേര് കൈവയ്ക്കുന്നുണ്ട്. കൈതാത്തില്ല. ഇവരുടെ ജ്ഞാനമാതാപിതാക്കന്മാരെന്ന് കൈവയ്ക്കുക. ജ്ഞാനമാതാപിതാക്കന്മാർ ഇവിടെ ആകെ മൊത്തം 6 പേരെ കൈവക്കിയിട്ടുള്ളൂ. 64 പേർക്ക് ജ്ഞാനമാതാപിതാക്കന്മാർ എത്ര പേരാ പള്ളിക്കകത്ത്? പുറകിലുള്ളവർ 5 പേരെ കൂടെ കൂട്ടിക്കും. എല്ലാം കൂടെ 10 പേരെന്ന് കൂട്ടി അല്ലേ? 64 പേർക്ക് 10 ജ്ഞാനമാതാപിതാക്കന്മാർ അല്ലേ? മാതാപിതാക്കന്മാർ എത്ര പേര് കാണണം? 64 പേർക്ക് എത്ര കാണണം? മിനിമം പറഞ്ഞ 128 പേര് കാണണം അല്ലേ? പോട്ടെ, ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2-3 പിള്ളേരൊക്കെ കാണാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കാണാം. 28 വിട്ടേക്കാം, 100 പേരെങ്കിലും കാണും അല്ലേ? 100 മാതാപിതാക്കന്മാരിവിടെ കാണും. പിന്നെ ജ്ഞാനമാതാപിതാക്കന്മാർ എത്ര പേരാ? ഒരാൾക്ക് എത്ര പേരാ? 3 പേര്. അപ്പം അതിൻ്റെ കൂടെ 120-100ൻ്റെ കൂട്ടത്തിൽ എത്രയും കൂടെ കൂടണം? ഒരു 200 കൂടെ കൂട്ടിയാൽ മതി അല്ലേ? കുറഞ്ഞ പക്ഷം 100-300 പേര് കാണാൻ അല്ലേ? എത്ര പേരുണ്ടെന്ന് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എണ്ണ എടുക്കാൻ നമുക്കറിയാം. ഇത്രയും പേര് നിങ്ങൾ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പലർക്കും എന്ത് ചെയ്തില്ല, പലർക്കും ജ്ഞാനമാതാക്കന്മാർ ആരാന്നറിയത്തില്ല. അത് പിള്ളേരോട് പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങളൊക്കെ നമ്മുടെ അശ്രദ്ധകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. പണ്ട് കാലങ്ങളിൽ ജ്ഞാനമാതാക്കന്മാരായിട്ടിരിക്കുമ്പോൾ അന്ന് തൊട്ട് ഈ പിള്ളേർക്ക് വേണ്ടി എന്ത് ചെയ്യും? ജ്ഞാനമാതാക്കന്മാർ പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കും. അവർ പള്ളിയിൽ പോകുന്നുണ്ടെന്ന് അന്വേഷിക്കും. അവർ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ടെന്ന് അന്വേഷിക്കും. അവർ സ്ഥിരീകരണത്തിന് പ്രായമാകുമ്പോൾ അവർ പോകുന്നുണ്ടെന്ന് അന്വേഷിക്കും. അവർക്ക് എന്ത് ചെയ്യും? വിശേഷ അവസരങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് സ്തോത്രാഴ്ചയിടാൻ പൈസ കൊടുക്കും. പിന്നെ ഇന്ന് നിങ്ങൾക്ക് പലർക്കും എന്ത് കാണും? സ്തോത്രാഴ്ചയും അതുപോലെ സമ്മാനങ്ങളൊക്കെ കിട്ടിക്കാണും അല്ലേ? അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ കിട്ടുമായിരിക്കും. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. പേടിക്കൊന്നും വേണ്ട. അത് ഇതിൻ്റെ അകത്തുള്ളതാണെന്ന് കൂട്ടിയാൽ മതി. കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്, ഓർക്കുന്നവരുണ്ട്, ഓർക്കാത്തവരുണ്ട് അല്ലേ? അവർ വന്നല്ലോ എന്ന് ഓർക്കുക, ദൈവത്തിന് നന്ദി പറയുക. കാരണം അത് അവരുടെ ഡ്യൂട്ടിയാണ്. അവരെ ഇവിടെ കൊണ്ടുവരിക. അങ്ങനെ അവർ ദൈവസേന പ്രതിജ്ഞ എടുത്തിട്ടാണ് അവർ നിങ്ങളെല്ലാം കൊണ്ടുപോയത്. ഇന്ന് നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കും. ഓക്കെ, ഇതെല്ലാം പഠിപ്പിച്ചിട്ട് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര പേർക്ക് ഇവിടെ സ്ത്രീഗണം കിട്ടണം? 64 പേര്. എത്ര പേർക്ക് കിട്ടണം? ഒന്നും അറിയത്തില്ലാത്തവർക്ക് കൊടുക്കണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. ഒന്നുള്ളവർക്ക് കൊടുക്കണോ? വിശ്വാസ പ്രമാണം അറിയത്തില്ലാത്തവർക്ക് കൊടുക്കണോ?
10 കൽപ്പന അറിയില്ലാത്തവർ കൊടുക്കണോ? അല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട് അല്ലേ? എന്നാലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ഒഴുത്തടം ഇടവക എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു ഇടവക ആയതുകൊണ്ട് എന്ത് ചെയ്യാണ്, എപ്പോഴും ബിഷപ്പിനോട് വരാൻ പറ്റാത്തതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ഇളവ് തരികയാണ്. ഇളവെന്ന് പറഞ്ഞ ഇതാണ്, എന്ത് ചെയ്യണം, അറിയത്തില്ലാത്തവരെല്ലാം എന്ത് ചെയ്യണം, 10 കൽപ്പന എന്ത് ചെയ്യണം, വായിച്ച് പഠിച്ചോണം. 10 കൽപ്പനകൾ വായിച്ച് പഠിച്ചു. വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം, ചൊല്ലി പഠിച്ചോണം. കർത്താവിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ചൊല്ലണം. കർത്താവിൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലണം. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലേ? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അത്. എല്ലാ പ്രാർത്ഥനകൾക്കും മാതൃകയായിട്ടുള്ള പ്രാർത്ഥനയായിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്, ശിഷ്യന്മാരെ പഠിപ്പിച്ചല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് വളരെ ചുരുക്കം വാചകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഓരോ ക്രിസ്ത്യാനിയും പ്രത്യേകിച്ച് നമ്മൾ സീസൈക്കാർ എന്ത് ചെയ്യണം, കൽപ്പന അറിയത്തില്ലാത്ത ഓരോ സീസൈക്കാരനും നമ്മുടെ പള്ളിയിൽ ഉണ്ടാകാൻ പാടില്ല. കൽപ്പന അറിയത്തില്ലാത്ത ഒരു സീസൈക്കാരനും സീസൈ ക്രിസ്ത്യാനിയും നമ്മുടെ പള്ളികളിൽ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസ പ്രമാണമോ ഒരാൾ ചോദിക്കണം, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തില്ല, നമുക്ക് എല്ലാം വിശദീകരിക്കാനായിട്ട് പറ്റത്തില്ലായിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അതാണ് വിശ്വാസ പ്രമാണത്തിന് കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചുരുക്കമായ ഒരു പ്രസ്താവന നടത്തുന്നതാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, എന്താണ് അതെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി ഇരിക്കണം. ഓക്കെ, അതൊക്കെ ചെയ്യുമോ? ചെയ്യണം കേട്ടോ. ഓക്കെ, ഇന്ന് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കുറേ പ്രതിജ്ഞകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അതിൽ ചിലത് എന്ത് ചെയ്യാണ്, ചിലത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്, ചിലത് സ്വീകരിക്കുകയാണ്, ചിലത് സമ്മതിക്കുകയാണ്, ചിലതിന് വേണ്ടി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പോവുകയാണ്, ചിലത് ഞങ്ങൾ ദൈവസഹായത്താൽ ചെയ്യും എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാണ്, പ്രതിഷ്ഠ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകമായി അതിൻ്റെ ഇവിടെ വേറെയുള്ള റോയച്ചൻ വായിച്ചപ്പോൾ നിങ്ങൾ പക്ഷേ ശ്രദ്ധിച്ചുകയാണ്, നിങ്ങളുടെ ബപ്തിസ്മയെങ്കിൽ നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ നിങ്ങൾ സ്വയമായി ഏറ്റെടുക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞു അല്ലേ? അവരുടെ ഏറ്റെടുത്ത പ്രതിജ്ഞകളിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ദൈവവിശ്വാസത്തിന് നിരക്കാത്ത സംഗതികൾ എന്ത് ചെയ്തില്ല, ഞങ്ങൾ അനുവർത്തിക്കുകയില്ല, അല്ലെങ്കിൽ അനുഗമിക്കുകയില്ല, അനുസരിക്കില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ എന്ത് ചെയ്യും, ദൈവത്തിനും ദൈവികമായ കൽപ്പനകൾക്കും എന്ത് ചെയ്യും, ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും എന്നുള്ളത് അല്ലേ? അപ്പം കൽപ്പന എത്രയുണ്ടെന്നാണ് പറഞ്ഞ്, 10 കൽപ്പന. കർത്താവ് അത് എത്രയായിട്ട് പറഞ്ഞു, പറഞ്ഞു കൽപ്പന കർത്താവ് എത്രയായിട്ട് പറഞ്ഞു, 2 പറഞ്ഞു അല്ലേ? ഇന്ന് ഇവിടെ പറഞ്ഞത് അല്ലേ? നമ്മൾ സീസൈക്കാരെല്ലാം ചുരുക്കക്കാരായതുകൊണ്ട് എന്ത് ചെയ്തു, അത് നേരത്തെ തന്നെ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുകയാണ്, കൽപ്പന ചുരുക്കി കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. 10 കൽപ്പനയൊക്കെ വായിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, ഇന്ന് സ്ഥിരീകരമാണ്, തിരുമേനി 1ാമത് താമസിച്ചാണ് വന്നത്, 10 കൽപ്പനയും കൂടെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പോയി, 1 മണിക്കൂർ അടുത്ത് താമസിച്ച് പോയെങ്കിലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, ആൾക്കാർ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ച് അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ ചുരുക്കമാണ് വായിച്ചത്. ഇത് മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും ചുരുക്കമാണ് വായിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. ഇനി അച്ഛന്മാരോട് പ്രത്യേകമായിട്ട് പറയണമെന്ന് ഓർത്തിരിക്കുക, മാസത്തിൽ ഒരു തവണ എങ്കിലും എന്ത് ചെയ്യണം, 10 കൽപ്പന മുഴുവനായിട്ടും പള്ളി ആരാധനകൾ വായിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പ്രായമുള്ളവരൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്, പിള്ളേരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് 10 കൽപ്പന എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, എത്രയുണ്ട്? 10 കൽപ്പന എന്ന് പറഞ്ഞാൽ 2. ആരാധന ഉത്തരവാദി? 1ാമത്തെ പ്രതി ബിഷപ്പ്, 2ാമത്തെ പ്രതി അച്ഛന്മാർ. ഉപദേശന്മാർ പിന്നെ ആരാധന ആ പാതിൽ എടുക്കുന്നില്ല. എങ്ങനെയാണ് അത് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും നേരത്തെ വീട്ടിൽ പോകണം, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, 10 ചൊല്ലത്തില്ല, 2 ചൊല്ലി എന്ത് ചെയ്യാണ്, തീർക്കുകയാണ് ചെയ്യുന്നത്. അത് ചൊല്ലി അനന്തരഫലം എന്താണ്? കൽപ്പന എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് എത്ര പറയും? 2 പറയും. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രധാനപ്പെട്ട പല കൽപ്പനകളും അറിയത്തില്ലാത്തൊരു കൂട്ടമായി സീസൈ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു, മാറി. അതുകൊണ്ട് അവരുടെ ഇടയിൽ എന്തെല്ലാം വർദ്ധിച്ചു എന്നറിയാമോ? ഓർത്തോണം. 1, അവർക്ക് ഈ ദൈവത്തെ അല്ല പല ദൈവങ്ങളെ അവർക്ക് എന്ത് ചെയ്യാം, അവർ ആരാധിക്കുന്നു അല്ലേ? അതിനൊന്നിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അല്ലേ? ഇവിടെ പോകുമ്പോൾ ഇവിടെ നേർച്ചിടുന്നു, അവിടെ പോകുമ്പോൾ അവിടെ നേർച്ചിടുന്നു അല്ലേ? അങ്ങോട്ട് അത് കൊടുക്കുന്നു, ഇങ്ങോട്ട് ഇത് കൊടുക്കുന്നു. ഇതൊന്നും സീസൈക്കാരൻ എന്തല്ല പ്രശ്നമല്ല. കാരണം എന്താ, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുന്ന കൽപ്പനയും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് കേട്ടിട്ടില്ല. കാരണം എന്താ, കേൾക്കാൻ അവസരമില്ല. അത് 1ാമത്തെ കൽപ്പനയാണ് അല്ലേ? അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. നമ്മുടെ വീടുകളിൽ നിന്ന് എന്താ പ്രശ്നം? അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഭയങ്കര അലമ്പാണ് അല്ലേ? എങ്ങനെ സംഭവിച്ചു? നമ്മൾ അപ്പനോടും അമ്മയോടൊക്കെ പപ്പായോടും അമ്മയോടൊക്കെ വഴക്കുണ്ടാക്കുന്നത് എന്നാ കൊണ്ടാണ്?
നമുക്ക് ഈ കൽപ്പന അറിയത്തില്ല. അപ്പനെയമ്മയും ബഹുമാനിക്കുള്ള, ഡാഡിയും മമ്മിയും ബഹുമാനിക്കുന്നുള്ള കൽപ്പന നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അലമ്പ് കൂടുന്നു, കുടുംബ വഴക്ക് കൂടുകയാണ്. കാരണം എന്താണ്? കൽപ്പന നമുക്കറിയത്തില്ല. മോഷ്ടാക്കളുടെ കൂട്ടത്തിൽ സീസയ്ക്ക് സ്നാനം എന്ത് ചെയ്യുന്നു? കൂടുന്നു. പണ്ടൊക്കെ ഇല്ലായിരുന്നു. ഇപ്പം 5 പേര് മോഷ്ടാക്കളെ 2 പേര് ആരാണ്? പത്രത്തിൽ 5 പേരുടെ ഫോട്ടോ വന്നാൽ 2 പേരുടെ ഫോട്ടോ ആരാണ്? ആരുടെ ഫോട്ടോയാ? ആ സീസക്കാരുടെ ഫോട്ടോയാ. എന്തൊരു കഷ്ടം. കഞ്ചാവ് കേസിൽ പിടിച്ചു 3 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ആരായിരിക്കും? സീസക്കാരായിരിക്കും. മദ്യപിച്ച് ബഹളമുണ്ടാക്കി 7 പേരെ അറസ്റ്റ് ചെയ്തു. ആരായിരിക്കും അതിൽ 3 പേര്? സീസക്കാർ. അതെങ്ങനെ സംഭവിച്ചു? ഇവർ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അറിയത്തില്ല. ആ കൽപ്പന എന്ത് ചെയ്തില്ല, അവർക്ക് അറിയത്തില്ല. അല്ലേ? ശരിയല്ലേ? എന്തെല്ലാം കോനാകൃതിയിലാണ് കാണിക്കുന്നത് അല്ലേ? എന്താണ് അർത്ഥം? അവരെ കൽപ്പന എന്ത് ചെയ്തില്ല, പഠിക്കും. കൽപ്പന എന്തിനാ? അനുസരിക്കാനുള്ളത് അല്ലേ? കൽപ്പന അനുസരിച്ചാലേ നമ്മൾ ആരായിത്തീരുന്നുള്ളൂ? ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് ദൈവമക്കളായിട്ട് നമ്മൾ തീരത്തുള്ളൂ. അതറിയത്തില്ലെങ്കിൽ നമ്മൾ എന്നാ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് കൽപ്പന പഠിക്കുക, അത് അനുസരിക്കാൻ. കൽപ്പനകൾ എന്തിനുള്ളതാണ്? അനുസരിക്കാനുള്ളതാണ്. അനുസരണത്തോടെ മാത്രമേ, ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതോടെ മാത്രമേ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്തുള്ളൂ? ദൈവിക അനുഗ്രഹങ്ങൾ വരുത്തുള്ളൂ. അത് പ്രത്യേകിച്ച് ഓർത്തോളൂ. വേറെ ഒരു മുഖാന്തരങ്ങളോടെ എന്ത് ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാനായിട്ട് പറ്റത്തില്ല എന്ന് നാം മറന്നു പോകും. അതുകൊണ്ട് നമ്മൾ കൽപ്പനകൾ നിർബന്ധമായിട്ട് പഠിക്കണം. പള്ളിയിൽ അച്ഛന്മാരും ദേശന്മാരെല്ലാം നിർബന്ധമായിട്ട് അവരെ പഠിപ്പിക്കണം. സംഘടനക്കാരും എന്ത് ചെയ്യണം? അവരുടെ സംഘടനയിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം? കൽപ്പനകൾ അവർ പഠിപ്പിക്കണം. വിശ്വാസ പ്രമാണം അവിടെയും പഠിപ്പിക്കണം. അവിടെയും സംഘടനയിലും എന്ത് ചെയ്യണം? കൽപ്പനകളും വിശ്വാസ പ്രമാണവും അവരവരുടെ സംഘടനകളെയും പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കാരണം കൽപ്പനയെക്കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ അറിയത്തില്ലാത്തവരോട് മാറുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മളൊരു അതിൽ നിന്നുള്ളൊരു മോചനം നമ്മൾ പ്രാപിച്ചേ പറ്റുള്ളൂ. അതിനെ നമ്മൾ അതിജീവിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഇന്നു മുതൽ എന്ത് ചെയ്യണം? കൽപ്പനകൾ പ്രമാണം. ഓക്കെ, ഈ ചുരുക്കി പറഞ്ഞ കൽപ്പന കർത്താവ് അങ്ങനെ ചുരുക്കി പറഞ്ഞെങ്കിലും നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കർത്താവ് പറഞ്ഞത് ഒന്നാമത്തെ കൽപ്പന ഏതാ? കർത്താവ് പറഞ്ഞ 2-ലെ 1 ഏതാ? അയ്യോ എല്ലാവരുടെ പറഞ്ഞ് കിട്ടുന്നില്ല. നിങ്ങളൊന്ന് പറഞ്ഞേ. ആ ചോദ്യം മനസ്സിലായി. ചോദ്യം ആദ്യം കേൾക്കണം കേട്ടോ. കർത്താവ് ചുരുക്കി പറഞ്ഞ കൽപ്പനയിൽ 2 കൽപ്പനയിൽ ഏതാന്നാ ഒന്നാന്നാ ചോദിച്ചത്? നമ്മുടെ കർത്താവ് വലിച്ചത് പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരെ ചുരുക്കം എന്നും പറഞ്ഞ് ഇസ്രായേലേ കേൾക്കാം. ബാക്കി കർത്താവാകുന്നു. നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കേണ്ടതാകും. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തേത്, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം അല്ലേ? ദൈവത്തെ സ്നേഹിക്കണം, അത് മുഴുവനായിട്ട് സ്നേഹിക്കണമെന്നാണ്. മുഴുവൻ മനുഷ്യനായിട്ട് സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയം, പൂർണ്ണാത്മാവ്, പൂർണ്ണശക്തി അല്ലേ? പൂർണ്ണ മനസ്സ്, അങ്ങനെ സ്നേഹിക്കണം. കൂട്ടുകാരനെയോ അതുപോലെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. അടുത്ത ചോദ്യം, ഏതാണ് ന്യായപ്രമാണം? ന്യായപ്രമാണം ഏതാണ്? അത് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ അല്ലേ? അച്ഛൻ പഠിപ്പിച്ചെല്ലാം ചോദിക്കണമെന്ന് ഞാൻ പോകുന്ന വഴിക്ക് അച്ഛനോട് വിളിച്ച് പറഞ്ഞു. അച്ഛൻ ഞാൻ വന്നപ്പോൾ ഇവിടെ നിങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ചോദിക്കുന്നില്ല. ഓക്കെ, നീ അച്ഛനോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ ചോദിക്കാൻ സാധ്യതയില്ലാത്ത ചോദ്യമാണ് ഞാൻ ചോദിക്കുക കേട്ടോ. എന്നാലും അത് പൂർണ്ണമാണ്. ചോദ്യം കേട്ടല്ലോ, ന്യായപ്രമാണം ഏതാണ്? 2 വശത്തുള്ളവർക്കും പറയാം. ആദ്യ ഉത്തരം പറയാം, സമ്മാനമില്ലാട്ടോ. ന്യായപ്രമാണം ഏതാണ്? മിടുക്കൻ. ഒരാൾ പറഞ്ഞു ന്യായപ്രമാണം എന്ന് പറയുന്നത് വേദപുസ്തകമാണ്. ഓക്കെ, വേറെ ഒരു ഉത്തരം പറഞ്ഞ്. എല്ലാവരും അതിനോട് യോജിക്കണമെന്നില്ലല്ലോ. വേഗം എന്ന് പറഞ്ഞാൽ 3 മണിക്കിപ്പുറം പോകാം, താമസിച്ചാൽ 5 മണി കഴിഞ്ഞ് പോകാൻ പറ്റും.
ന്യായപ്രമാണം ഏതാ? വേദോസ? ഓക്കെ, ഞാൻ തന്നെ പറയാം, നിങ്ങൾ കൂടുതൽ ആലോചിച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിഷമിക്കുക. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. നിങ്ങളൊന്ന് പറഞ്ഞേ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങൾ, 5 പുസ്തകം, വേദോസത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്. മോശയുടെ പുസ്തകങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ബൈബിൾ എന്ന് പറയും, അല്ലെങ്കിൽ തോറ എന്ന് പറയും. ഓക്കെ, ഈ 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നത്. കുമാരോപ്പിലാണ് അത് പഠിക്കുന്നത്. കുമാരോപ്പ് ഇപ്പം ഏത് വകുപ്പാന്ന് അറിയത്തില്ല, കാരണം സൺഡേ സ്കൂളിൽ റോയച്ചന് ചോദിച്ചാൽ അറിയത്തുള്ളൂ അത് ഏത് ക്ലാസ്സിലാണ് ഇപ്പം വരുന്നത്. റോയച്ചൻ അതിൻ്റെ ചുമതലയുള്ള ആളായതുകൊണ്ട്. ഓക്കെ, ഏതാണ് ന്യായപ്രമാണം? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്ന മോശയുടെ 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ കൽപ്പനയിൽ എന്തടങ്ങിയിട്ടുണ്ട്? ന്യായപ്രമാണം. ഈ 5 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കർത്താവ് ചുരുക്കി പറഞ്ഞ ഈ 2 കൽപ്പനയിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഈ 5 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തടങ്ങിയിരിക്കുന്നത്? പ്രവാചകന്മാർ. 2-3 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ. മോൻ ഒരു പ്രവാചകൻ്റെ പേര് പറഞ്ഞേ. തെറ്റാണ് ശരിയാലും കുഴപ്പമില്ല. പ്രവാചകൻ, വേദോസത്തിലെ പ്രവാചകൻ ഓർത്തു നോക്കിയേ. അടുത്തിരിക്കുന്ന ആൾ ഓർത്തോണം, ചിലപ്പോൾ ചോദ്യം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. അവിടെ യെശയ്യാവ്, യെരമ്യാവ്. ഇന്ന് പാഠം വായിച്ച ആളല്ല, പാഠം വായിച്ച പുസ്തകം എസെക്കിയേൽ, പിന്നെ എസെക്കിയേൽ, യോവേൽ, ദാനിയേൽ, ആമോസ്, അല്ലേ? എന്തുമാത്രം പ്രവാചകന്മാരല്ലേ? ഇഷ്ടം പോലെ പ്രവാചകന്മാർ. ഈ 2 കൽപ്പനയിൽ ആരെല്ലാം അടങ്ങിയിട്ടുണ്ട്? ഈ പറഞ്ഞ പ്രവാചകന്മാർ മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. നമ്മൾ ഈ കർത്താവ് പറഞ്ഞ, ഈ ചുരുക്കി പറഞ്ഞ ഈ കൽപ്പന അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം പഠിക്കണം? ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകം എന്ത് ചെയ്യണം? ചുരുക്കം പറഞ്ഞാൽ പഠിക്കണമെന്ന് സാധനം, അല്ലേ? ചരിത്ര പുസ്തകം മേടങ്ങ് വിട്ടാൽ അതിൻ്റെ അകത്ത് പ്രവാചകന്മാർ ഒത്തിരി പറയുന്നുണ്ട്, അവരെ അങ്ങനെ വിടാനും പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകം പഠിച്ചാൽ മാത്രമേ എന്തിൻ്റെ പൊരുൾ അറിയാൻ പറ്റത്തുള്ളൂ. കർത്താവ് ചുരുക്കി പറഞ്ഞ ഈ 2 കൽപ്പനകളുടെ പൊരുൾ, അർത്ഥവ്യാപ്തി, അതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ, അത് മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും പഠിക്കണം. ഓക്കെ, ഇതെല്ലാം പഠിച്ചിട്ട് വന്നാൽ മതി മക്കളെ എന്നും പറഞ്ഞ് ഞാനിപ്പോൾ പോയാൽ നിങ്ങൾ എന്ന് ഇത് പഠിച്ചുകൊണ്ട് വരും? എന്നിത് പഠിച്ചുകൊണ്ട് വരും? കുറഞ്ഞത് മിനിമം, അല്ലേ? മിനിമം ഇപ്പം തന്നെ ആവശ്യത്തിന് വയസ്സായി, കുറഞ്ഞൊരു 80-85 വയസ്സെങ്കിലും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് തുടങ്ങണം. നിങ്ങൾ കുറെ കഴിയുമ്പോൾ തീരുമാനം എടുക്കുന്നുണ്ട്. വേദപുസ്തകം നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുമോ എന്നൊരു ചോദ്യമാണ്. വേദപുസ്തകം എല്ലാ ദിവസവും നിങ്ങൾ വായിക്കുമോ എന്ന ചോദ്യമുണ്ട്. വായിക്കും എന്ന് പറഞ്ഞാണ് നിങ്ങൾ പോകുന്നത്, അല്ലേ? എന്ത് ചെയ്യണം? വേദപുസ്തകം എല്ലാ ദിവസവും വായിക്കണം. ഓക്കെ, ഇന്ന് ഈ പള്ളി വരുന്നതിന് മുമ്പ് വേദപുസ്തകം വായിച്ചിരുന്ന ചോദ്യം കേട്ടോ. ഇന്ന് ഈ പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദപുസ്തകം വായിച്ചവർ ഓക്കെ കൈതാത്തിട്ടോ. താഴെ ഇരിക്കുന്നവർ കണ്ടല്ലോ. 64 പിള്ളേരിൽ എത്ര പേര് വേദപുസ്തകം വായിച്ചെന്ന്? നിങ്ങളിവരെ വളരെ ഒരുക്കി നല്ല വെള്ളവസ്ത്രം കൊടുത്ത് എന്തിരിയാണ് ഇവിടെ കൊണ്ടുവരിക്കുന്നതാണ്, അല്ലേ? പൗഡർ ഇട്ടോടാന്ന് ചോദിച്ചു, ഭക്ഷണം കഴിച്ചോടാന്ന് ചോദിച്ചു, മുടി ചീകിയോടിന്ന് ചോദിച്ചു, കണ്ണെഴുതിയോന്ന് ചോദിച്ചു, അല്ലേ? ലിപ്സ്റ്റിക് ഇട്ടോന്ന് ചോദിച്ചു, എല്ലാം ചോദിച്ചു. പക്ഷെ എന്ത് ചോദിച്ചില്ല? എടി വേദപുസ്തകം വായിച്ചായിരുന്നു ചോദിച്ചില്ല, അല്ലേ? എടാ പ്രാർത്ഥിച്ചൊന്നും എന്ത് ചെയ്തില്ല? ചോദിച്ചു. ഇതാണ് നമ്മുടെ കുഴപ്പം. ഏതാണോ കാതലായിട്ടുള്ള കാര്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ഉപേക്ഷിക്കുക. അത് കാതലായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? ഇതുവരെ വായിക്കാത്തതെല്ലാം വിട്ടാൽ കേട്ടോ, അതിലെന്ത് ചെയ്തു? വായിച്ചു കളഞ്ഞേക്കണം. ആ പേജ് എന്ത് ചെയ്തു? കീറിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് പുതിയ പേജ് തുടങ്ങുകയാണ്. ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വേദപുസ്തകം എല്ലാ ദിവസവും വായിക്കണം. എല്ലാ ദിവസവും വായിക്കുമോ? വായിക്കണം. ഒരു 2-3 വാക്യങ്ങൾ എങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കണം. 2-3 വാക്യങ്ങൾ. ഇതെന്താണ് വായിക്കുന്നത്? ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണിത്.
ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് ഇതിൻ്റെ അകത്തിലൂടെയാണ് പറയുന്നത്. ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യം മോനെ അങ്ങനെയല്ല, മോളെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഇതിലൂടെയാണ്. ഈ വചനത്തിൽ അത് എഴുതി വെച്ചിരിക്കുക. അത് പദ്യമായിട്ടും ഗദ്യമായിട്ടും ചരിത്രമായിട്ടും യുദ്ധമായിട്ടും വിലാപമായിട്ടും എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. അത് നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഇടപെടലുകളെ എന്ത് ചെയ്യുക, നമ്മൾ വായിച്ചു നോക്കുക, അത് ഗ്രഹിക്കുക, അതിൽ ശക്തിപ്പെടുക. ഓക്കെ, അത് നിങ്ങൾ ഇന്ന് തൊട്ട് തുടങ്ങും. ഓക്കെ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമോ എന്നൊരു ചോദ്യം വണ്ടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തിരുമേനി കൈവെക്കാതെ തിരിയണം തരാതെ വിട്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ നിങ്ങൾ പറയുന്നില്ലേ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് പ്രാർത്ഥിച്ചവരെന്ന് കൈവയ്ക്കുകയെ, ഇന്ന് പ്രാർത്ഥിച്ചവരെ ഇവിടെ വരുന്നതിന് മുമ്പ് ഓക്കെ കഥ ഇന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് വേണം നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കാൻ. രാവിലെ കെട്ടിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തേക്കുക, ദൈവമേ നന്ദി. എന്നാത്തിനാണ് നന്ദി പറയുന്നത്? എന്തിനാണ് നന്ദി പറയുന്നത്? രാവിലെ എഴുന്നേറ്റല്ലോ അല്ലേ. ഒന്നാമത് കോവിഡെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാരത്തിനെയാണ് പ്രായഭേദം നോക്കാതെ എന്ത് ചെയ്യാണ്, ആൾക്കാർ മരിച്ചു പോവുകയാണ് അല്ലേ. നമ്മളൊന്നും വൈകുന്നേരം കിടന്നുറങ്ങി ജീവനുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അല്ലേ. രാവിലെ എന്തോ ശബ്ദം കേട്ടപ്പോഴാണ് എന്ത് ചെയ്തത്, അല്ലെ അലാറം കേട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എഴുന്നേറ്റത് അല്ലേ. അപ്പോഴാണ് ദൈവമേ ഞാനെന്ത് ചെയ്യും, ഞാൻ ജീവനോടെ എഴുന്നേറ്റിരിക്കുന്നു അല്ലേ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി, നീയല്ലേ എന്നെ വസിക്കുമാറാക്കി, ജീവൻ നൽകുന്ന നീയാണ് അല്ലേ. അത് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആരോഗ്യത്തോടെ എഴുന്നേക്കാൻ ദൈവം എന്ത് ചെയ്ത് കൃപ ചെയ്യും. എന്തും സംഭവിക്കാമായിരുന്ന രാത്രി എന്ത് ചെയ്തിരിക്കുന്നു, കഴിഞ്ഞു പോയി. അപ്പോൾ എന്ത് ചെയ്യണം, ദൈവമേ നന്ദി എന്ന് പറയണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പോകുന്നു ഓർത്ത് എന്ത് ചെയ്യണം, ദൈവമേ ഞാനിന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ഞാനിന്ന് എൻ്റെ ജോലിക്ക് പോവാണ് അല്ലേ, പറമ്പിൽ പണിയെടുക്കാൻ പോകണം, സ്വന്തം പറമ്പിൽ പണിയെടുക്കാൻ പോകണം, മറ്റുള്ളവർക്ക് കൂലിപ്പണിക്ക് പോവാണ്, വണ്ടി ഓടിക്കാൻ പോവാണ് അല്ലേ, മരം കയറാൻ പോവാണ്, പലവിധമായ ജോലി കാര്യങ്ങൾ അന്നത്തെ കാര്യത്തിന് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ഏർപ്പെടാൻ പോവുകയാണ്. ദൈവമേ എന്ത് ചെയ്തോണം, കാത്തുകൊള്ളണം അല്ലേ, പ്രാർത്ഥിക്കണം. വൈകുന്നേരം തിരിച്ചു വരുമ്പോഴോ സന്ധ്യ കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ദൈവമേ പകലത്തെ ജോലി ചെയ്യാൻ എനിക്ക് ദൈവം ശക്തി തന്നല്ലോ, നന്ദി എന്ന് പറയാം. നിങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന എന്ത് ചെയ്യണം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന വീട്ടുകാർ എല്ലാവരും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വീട്ടിലുള്ളവരൊന്ന് കൈവക്കിക്കേ. ഓക്കെ, എല്ലാവരും കണ്ടല്ലോ, താഴെ ഇരിക്കുന്നവരൊക്കെ കണ്ടല്ലോ. ഓക്കെ, ഇതാട്ടോ രാവിലെ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കൈവക്കി. രാവിലെ ഇങ്ങനെ കൈവക്കിയാൽ അത് കൈവക്കിയതാണോ അതോ ഇത് വലിച്ചിട്ടാണോ അല്ലേ? ഇത്തിരി നമ്പറുണ്ട് നമ്മുടെ പിള്ളേർക്കല്ലേ. രാവിലെ പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥന രാവിലെ. അതായത് അപ്പനും അമ്മയും മക്കളെല്ലാം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അപ്പനും അമ്മയെങ്കിലും പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ മക്കളെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന രാവിലെ കൈവക്കാം. അങ്ങനെ ഒരാളുണ്ട്. ഓക്കെ, പ്രൈസിലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. 2 പേരുണ്ട്. പിന്നെ നമ്മളെ പിള്ളേർ, നമ്മുടെ തലമുറ നന്നാകണമെന്ന് പറഞ്ഞാൽ ഇതിലും നന്നാവും. ഞണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയും, ഞണ്ടിൻ്റെ സ്വഭാവം. ഞണ്ട് മക്കളോട് എല്ലാ ദിവസവും പറയും, മക്കളെ നിങ്ങൾ എന്ത് ചെയ്തോണം, നേരെ പൊക്കോണം, നേരെ മുമ്പോട്ട് പൊക്കോണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഞണ്ട് നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഞണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഒരിക്കലും അത് നേരെ പോകത്തില്ല. എത്ര ശ്രമിച്ചാലും നേരെ പോകത്തില്ല, സൈഡിലേക്ക് പോകുന്നത്. ഒന്നെങ്കിൽ അങ്ങോട്ട് പോകാൻ, ഇങ്ങോട്ട് പോകാൻ, അല്ലെ പുറകോട്ട്. ഞണ്ടിൻ്റെ ഉപദേശം എന്താ? മക്കളോട് നേരെ പൊക്കോണം. പ്രാർത്ഥിക്കാത്ത, വേദോസം വായിക്കാത്ത മാതാപിതാക്കന്മാർ പറയാണ് മക്കളോട് എന്നാ ചെയ്തോണം, നിങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. വേദോസം നിങ്ങളെന്നാ പറയും, ചെയ്യാം എന്ന് പറയും അല്ലേ, ചെയ്യാം എന്ന് പറയും. അവസാനം പറയും എന്നാ ഒരു കാര്യം ചെയ്ത് മമ്മി അങ്ങ് പ്രാർത്ഥിക്കും, എന്നിട്ട് ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കും, പപ്പ അങ്ങ് പ്രാർത്ഥിക്കും, പപ്പ പള്ളിക്കോടെ ഞങ്ങൾ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പള്ളി കാണുമോ? എനിക്ക് തോന്നുന്നു. കൽപ്പനകൾ എന്ത് ചെയ്യുക, കൽപ്പനകൾ പഠിക്കുക, അനുസരിക്കാനുള്ളതാണ്. എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ആരാധനയ്ക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങളെന്നാ പറയും? പോകും എന്ന് അല്ലേ. പോകും എന്ന് പറഞ്ഞാൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. പോകുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? പോകണം. ആണുങ്ങൾക്ക് എത്ര വാക്കുള്ളൂ? ആണുങ്ങൾക്ക് എത്ര വാക്കുണ്ട്? ഒരൊറ്റ വാക്കുള്ളൂ. പെണ്ണുങ്ങൾക്ക് അതുപോലെ തന്നെ. വാക്ക് പറഞ്ഞാൽ വാക്ക് അല്ലേ, വാക്ക് പറഞ്ഞാൽ വാക്ക്, ഒറ്റ വാക്ക്. ഏത്? പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ പോയി, പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, വേദോസം വായിക്കുമെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വേദോസം ഉള്ളവരെന്ന് കേൾപ്പിക്കുക. എല്ലാവരും വേദോസം ഉള്ളവർ
ഓക്കെ. ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? അച്ഛനോട് പറഞ്ഞ് ഒരു വേദോസമൊക്കെ സ്വന്തമായിട്ട് വായിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? അത് തുടർച്ചയായിട്ട് നീ വായിക്കുക, അല്ലെങ്കിൽ ഓരോരോ ഭാഗങ്ങൾ വായിക്കുക. തുടർച്ചയായിട്ട് വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓരോ അടയാളം വെച്ചേക്കുക, അടുത്ത ദിവസം അടുത്ത് വായിക്കും. വേദോസമുള്ള ബന്ധം, ദൈവത്തിൻ്റെ വചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ്. ഇതിൽ ബേസ് ചെയ്താണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്. അർത്ഥമാണ് ഓരോ ദിവസവും ഇതിനനുസരിച്ച് വേണം നമ്മൾ പോകാൻ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവൻ്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ അടുത്ത വീട്ടുകാരുമായിട്ട് അവൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു, കൂട്ടുകാരുമായിട്ട് ഇടപാടുകൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്, അവർ വാക്ക് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ നോട്ടം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, കാലുകൾ എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞു, അവൻ്റെ ആരാധന എങ്ങനെയാണെന്ന് പറഞ്ഞു. അതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഈ വേദോസത്തിൽ പറഞ്ഞിരിക്കുന്നു. അനുഗ്രഹം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ശാപം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, ശാപങ്ങളിൽ നിന്ന് അനർത്ഥങ്ങൾ എങ്ങനെ വിടുവിക്കപ്പെടാമെന്നുള്ളതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആർക്ക് വേണ്ടി? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നമ്മുടെ അടിസ്ഥാന പുസ്തകമാണ്, അടിസ്ഥാന പ്രമാണം. ഇത് നമ്മൾ വായിക്കുക, ഇത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക, ഇതിന് അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സാധിക്കും. നിങ്ങൾ ആദ്യം പറഞ്ഞതിലേക്ക് തിരികെ വരട്ടെ. ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്തില്ല? നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിത സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ധ്യാനിച്ച് ദൈവത്തോട് ചേർന്ന് എന്ത് ചെയ്യുക? പോകുക, ജീവിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമോത്തും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.